വീണ്ടും അജ്ഞാതന്റെ വിളയാട്ടം. 3 ഉന്നത ലഷ്കർ ഭീകരരെ പാകിസ്ഥാനിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അതിൽ ഹാഫിസ് സയ്യിദിന്റെ അടുത്ത സഹായം ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് വ്യക്തമാക്കുന്നത്. ഇതോടുകൂടി തന്നെ ഇപ്പോൾ അമിത്ഷായുടെ അജ്ഞാതൻ വീണ്ടും സജീവമായി തന്നെ പ്രവർത്തിക്കുന്നു. പാകിസ്ഥാനിലെ ഭീകരർക്കെതിരെ അവിടെ തോക്കെടുത്തു എന്നതാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തുവരുന്നത്. അജ്ഞാതന്റെ തോക്കിന് മുന്നിൽ ഇനിയും ഭീകരർ വധിക്കപ്പെടുമെന്നും വ്യക്തം. മാത്രമല്ല, ഇന്ത്യക്കെതിരെ ആയുധമെടുക്കുന്നത് ഭീകരരെ ഒരു നിമിഷം പോലും, അതായത് ഇന്ത്യക്കെതിരെ ഒരാൾ പോലും ആയുധം ഉയർത്തി അവിടെ വലിയ രീതിയിൽ ഇന്ത്യക്കെതിരെ ശബ്ദിക്കുകയാണെങ്കിൽ ആ ഭീകരനെ ഒരു നിമിഷം പോലും വെച്ച് പൊറുപ്പിക്കില്ല എന്നും ഇവിടെ വ്യക്തമാക്കുകയാണ്. ലഷ്കർ ഇ തോയ്ബ 3 ഉന്നത നേതാക്കൾ അവിടെ സംശയാസ്പദമായ സാഹചര്യത്തിലാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഹാഫിസ് സയ്യിദിന്റെ അടുത്ത അനുയായി എന്ന് പറയപ്പെടുന്ന ഖാസിം മുംതാസ് ഉൾപ്പെടെ തന്നെ ഖാലിദ് ഖാസിം എന്നിവരാണ് ഇപ്പോൾ വിവിധ സംഭവങ്ങളിലായി തന്നെ മരിച്ചതായി പുറത്തുവരുന്ന വിവരങ്ങൾ. 3 പേരും പാകിസ്ഥാനിലെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഉണ്ടായ പ്രത്യേക സംഭവങ്ങളിലായാണ് മരിച്ചിരിക്കുന്നത്. എന്നാൽ മരണങ്ങളുടെ യഥാർത്ഥ കാരണം സംബന്ധിച്ചുകൊണ്ട് പാകിസ്ഥാൻ അധികൃതർ ഇതുവരെയും ഔദ്യോഗിക സ്ഥിരീകരണം നൽകിയിട്ടില്ല. സംഭവങ്ങൾ ദുരൂഹ സാഹചര്യത്തിലായതിനാൽ തന്നെ സുരക്ഷാ വൃത്തങ്ങളിലും അന്താരാഷ്ട്ര നിരീക്ഷകരിലും വിവിധ തരത്തിലുള്ള ചർച്ചകളും ഊഹാപോഹങ്ങളുമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മരിച്ചവരിൽ ഖാസിം മുംതാസ് ലഷ്കർ തലവൻ ഹാഫിസ് സയ്യിദിന്റെ അടുത്ത അനുയായി എന്നും റിപ്പോർട്ടുകൾ പുറത്തുവരികെ ഇന്ത്യക്കെതിരായ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തതിലും അവിടെ ഭീകര പ്രവർത്തനങ്ങളിലും ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് ഈ അവിടെ കൊല്ലപ്പെട്ട ഭീകരൻ എന്നതാണ് വ്യക്തമാക്കുന്നത്. ലഷ്കർ ഇ തോയ്ബയുടെ നിരവധി നേതാക്കൾ നേരത്തെ തന്നെ അന്താരാഷ്ട്ര ശ്രദ്ധയിൽ കൊണ്ടുവരികയും അവർ എല്ലാം തന്നെ അവിടെ കൊല്ലപ്പെടുകയും ചെയ്തതായിട്ടും വിവരങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി തന്നെ പാകിസ്ഥാനിൽ നിരവധി ഉന്നത ഭീകര നേതാക്കൾ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ ആക്രമിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. ഇതോടുകൂടി തന്നെ ഭീകര സംഘടനയുടെ നേതൃത്വത്തെ അല്ലെങ്കിൽ ആ നേതൃനിരയെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇപ്പോൾ ആസൂത്രിതമായ നീക്കങ്ങൾ നടക്കുന്നുണ്ടോ എന്ന ചോദ്യവും വീണ്ടും ഉയരുകയാണ്. അതായത് ഈ ഒരു സംഭവമായി അതേസമയം ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെയോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുടെയോ സുരക്ഷാ ഏജൻസികൾ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. മരണങ്ങൾ തമ്മിൽ ബന്ധമുണ്ട് അല്ലെങ്കിൽ അത്തരത്തിൽ ബന്ധമുണ്ടോ ഇല്ലയോ എന്നതിൽ ഔദ്യോഗിക വിശദീകരണവും പുറത്തു വന്നിട്ടില്ല. സംഭവത്തെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതോടുകൂടി തന്നെ പാകിസ്ഥാനിലെ സുരക്ഷാ സാഹചര്യത്തെയും ഭീകര സംഘടനയുടെ പ്രവർത്തനങ്ങളെയും കുറിച്ച് ചർച്ചകൾ വീണ്ടും സജീവമാകുമെന്നതാണ് വിലയിരുത്തൽ. അതേപോലെ തന്നെ ലഷ്കറിന്റെ ആദ്യകാല പ്രവർത്തകരിൽ ഒരാളായി തന്നെ ഖാസിം മുംതാസ് ഇവിടെ ഉണ്ടായതായി തന്നെ ഖാസിം മുംതാസ് ആ പ്രവർത്തകരിൽ ഒരാളായി തന്നെ പ്രവർത്തിച്ച വ്യക്തിയാണ് എന്നതാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, റിപ്പോർട്ടുകൾ പ്രകാരം ലഷ്കർ ഇ തോയ്ബയിലെ മുതിർന്ന അംഗങ്ങളിൽ ഒരാളായി തന്നെയാണ് അറിയപ്പെടുന്നത്. ഖൈബർ പത്വയ്ക്കയിൽ അപ്പാൻ റത്തിൽ താമസിക്കുന്ന മുംതാസിനെ അജ്ഞാതമായ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതായും അത് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ ഈ വരുന്ന ശനിയാഴ്ച വൈകുന്നേരം തന്നെ നടക്കുമെന്നും ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുകയാണ്. അതേപോലെ തന്നെ മുംതാസ് ആകട്ടെ മുൻപ് ഇന്ത്യയിൽ ഒരു ലഷ്കർ ഭീകരനായി പ്രവർത്തിച്ചിരുന്നുവെന്നും ആ ഗ്രൂപ്പിൽ നിന്ന് അദ്ദേഹത്തിന് ഖാസി എന്ന ബഹുമതി അവിടെ ലഭിച്ചതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. തുടർന്ന് അദ്ദേഹം ഖാസി മുംതാസ് എന്നറിയപ്പെട്ടു. ലഷ്കർ തലവൻ ഹാഫിസ് സയ്യിദുമായി അടുത്ത ബന്ധം ഉള്ള ആളാണ് എന്നും കരുതപ്പെടുന്നു. അദ്ദേഹത്തിന്റെ മരണം ഇപ്പോൾ കാശ്മീരിനും അല്ലെങ്കിൽ ആ ബന്ധപ്പെട്ട ഗ്രൂപ്പുകളിൽ കാശ്മീരിന് ബന്ധപ്പെട്ട ഗ്രൂപ്പുകൾ അവരുടെ നെറ്റ്വർക്കുകൾക്കും പോലും വലിയൊരു തിരിച്ചടിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതേപോലെ ബഹാവൽപൂരിൽ കമാൻഡർമാരുടെ സഹോദരന്റെ ജീവൻ അപഹരിച്ച ഹിറ്റ് ആൻഡ് ഓൺ ബഹാവൽപൂരിൽ ഒരു ഹിറ്റ് ആൻഡ് ഓൺ സംഭവത്തിൽ മരിച്ചതായി തന്നെ പറയപ്പെടുന്ന മുംതാസ് ഗുസൈം ആകട്ടെ അദ്ദേഹത്തിന്റെ മരണവും ഇപ്പോൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. ലഷ്കർ നേതാവായ മുഹമ്മദ് യാക്കൂബിന്റെ സഹോദരനായിരുന്നു ഖാസിം എന്നും ഇന്നലെ രാത്രി അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങ് ഇന്നലെ രാത്രി തന്നെ നടക്കുകയും സംഘടനയുമായി ബന്ധപ്പെട്ട നിരവധി പ്രമുഖർ ഇവിടെ പങ്കെടുത്തതായും പറയപ്പെടുന്നുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ വ്യക്തമല്ല എന്നും കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട് എന്നും ഭരണകൂടം തന്നെ വ്യക്തമാക്കുകയാണ്. മാത്രമല്ല, മൂന്നാമത്തെ ഓപ്പറേറ്റർ ഖാലിദ് ഖുഷ്റം ആകട്ടെ സംശയാസ്പദമായി മരിക്കുകയും എന്നാൽ ഇത്തരത്തിൽ മറ്റൊരു മുതിർന്ന ലഷ്കർ പ്രവർത്തകൻ സംശയാസ്പദമായ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതായി തന്നെ ഇവിടെ എടുത്തു സൂചിപ്പിക്കുകയും ചെയ്യുന്നതിനിടയിലാണ് ഇത്തരത്തിൽ 3 പേരുടെയും കൂടെ മരണം ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തന്നെ പാകിസ്ഥാനിൽ നിരവധി ഉന്നത ലഷ്കർ ഇ തോയ്ബ കമാൻഡർമാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. ചില മരണങ്ങൾ, ആഭ്യന്തര സംഘർഷങ്ങൾ, അതെല്ലാം കൊണ്ട് തന്നെ മറ്റ് നിരവധി പേർക്ക് അജ്ഞാതരായ തോക്കുധാരികളുടെ ആക്രമണങ്ങളിൽ ബന്ധമുണ്ട് എന്നും ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് നിരവധി തീവ്രവാദികളെയും സമാനമായി തന്നെ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നും ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഇതിലൊന്നും ഒരു അവ്യക്തത പോലും വന്നിട്ടില്ല. പാകിസ്ഥാനിലെ തീവ്രവാദ നേതൃത്വ സംഘടനയുടെ സുരക്ഷയിലും സ്ഥിരതയിലും മരണനിരക്ക് വീണ്ടും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. സംഭവങ്ങളുടെ ഉത്തരവാദിത്തം ഒരു ഗ്രൂപ്പ് പോലും ഇതുവരെയും ഏറ്റെടുത്തിട്ടില്ല. പാകിസ്ഥാൻ ഉദ്യോഗസ്ഥർ ഇതുവരെയും ഇതിൽ നിന്നും ഒരു പ്രസ്താവന പോലും പുറത്തുവിട്ടിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.